കൊട്ടാരക്കരയിൽ നിന്നും ശ്രീ കെ ജി കുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ കെ ജി കുമാർ, നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ വിഷയം, ഈ സ്ഥാനാർത്ഥികളെ മനഃപൂർവ്വം കൊടുക്കാനുള്ള CPM-ന്റെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ വെളിപ്പെട്ടത്. കോൺഗ്രസിൻ്റെ UDF-ന്റെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. എങ്ങനെ കാണുന്നു ഈ സംഭവവികാസത്തെ ശ്രീ കെ ജി കുമാർ? തെരഞ്ഞെടുപ്പില് നേരത്തെ എല്ലാം BJPക്ക് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഈ കക്ഷികൾക്കെല്ലാം കിട്ടത്തില്ല, എപ്പോഴും 0 ആയിരിക്കും, അതേ പലതാണ് ഇപ്പോഴും പറഞ്ഞത്. പക്ഷെ അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നല്ല ഒരു സാന്നിധ്യം അറിയിക്കുന്ന നല്ല തരത്തിലുള്ള സീറ്റും നേടും എന്നുള്ളത് അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും നേടും എന്ന് മനസ്സിലാക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ എങ്ങനെല്ലാം അവഹേളിക്കാമോ, അതെല്ലാം അവരെ മോശക്കാരായി കാണിക്കാമോ, അതെല്ലാം അവർ പലതരത്തിലും പല മാർഗങ്ങളും അവർ തേടും. 9-ാം തീയതി ഈ പോളിംഗ് കഴിയുന്നത് വരെ ഇനി ഇങ്ങനെയുള്ള പല നാടകങ്ങളും കാണും. പക്ഷെ ഈ ശ്രീലേഖ മാഡം കുറച്ചും കൂടി ജാഗ്രതയായിട്ടിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസറാണ്, DGP ആയിട്ടിരുന്ന ഒരാളാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ എന്ന് പറയുമ്പോൾ ഏത് പാർട്ടി ആയാലും രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ പിന്നിൽ ഒരു കണ്ണ് വേണം എന്ന് പറയുന്ന ഒരു സത്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മളെ ഈ വീഴ്ത്തുക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ശ്രദ്ധ മേഡത്തിന് എപ്പോഴും വേണം. പിന്നെ ഈ ഇടതായാലും വലുതായാലും ശരി തന്നെ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുകൂടാത്ത ഒരു പാർട്ടി എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇപ്പൊ ഈ അവിടെ അതിഥിയായിട്ടിരിക്കുന്ന അദ്ദേഹം പറയുന്നത് പോലെ ഈ വേറെ എവിടെയും ഈ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഇത്രയും പ്രയാസമില്ല. എന്തോ ഒരു മഹാ അപരാധം ചെയ്യുന്ന പോലെയാണ്. ഒരു വലിയൊരു, അതായത് നേരത്തെ ഉള്ളതുപോലെ അല്ല, കുറച്ച് ഒരു 10 കൊല്ലത്തിന് മുമ്പ് എന്നല്ല. ഇപ്പൊ BJP അനുഭാവിയാണ് അല്ലെങ്കിൽ BJP പ്രവർത്തകനാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ എന്തോ ഒരു ഭയങ്കര ഒരു ഇതുപോലാണ്. പക്ഷെ എന്നാലും മുൻകാലങ്ങളിനെക്കാട്ടി എത്രയോ വോട്ടിംഗ് ശതമാനം കൂടുതലാണ് ഇപ്പൊ ഓരോ സ്ഥലത്തും. അതെല്ലാം അവർക്കറിയാം. അപ്പൊ ഈ തെരഞ്ഞെടുപ്പില് വലിയ മുന്നേറ്റം നടത്തും എന്നുള്ളത് അവരുടെ നേതാക്കന്മാർ പറഞ്ഞു. പക്ഷെ മാരാർജി ഭവൻ പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വ്യാജ ഇന്റർവ്യൂ ആയിട്ട് വരാൻ കാരണം ഒരു അവരുടെ മനഃശാന്തി ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമായിപ്പോ. എന്തായാലും നമുക്ക് കേട്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം വേറെ മാരാർജി ഭവൻ, അപ്പോ ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാണക്കാട്ടെ തങ്ങളെ അവഹേളിച്ചെന്നും പറഞ്ഞിട്ട് അവർ 2 ദിവസം കൊണ്ട് ആരാണ്ടത്. അപ്പൊ ഇപ്പൊ ആളിനെ മനസ്സിലായി, ആളിനെ കണ്ടുപിടിച്ച്. അപ്പൊ അതൊക്കെ അവർക്ക് വലിയ ഗൗരവമായിട്ട് തോന്നും. പക്ഷെ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ വളരെ നിസ്സാരമായിട്ട് അവർ കാണും. അതുകൊണ്ട് ഈ ശ്രീലേഖ മേഡം അതേപോലെ തന്നെ എല്ലാ കാൻഡിഡേറ്റും വളരെ ശ്രദ്ധിക്കാൻ പറയണം. കാര്യം ഈ 9-ാം തീയതി പോളിംഗ് കഴിയുന്നത് വരെ ഏത് കെണിയിലാണ് നമ്മളെ വീഴ്ത്തുക എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. കൊട്ടാരക്കരയിൽ നിന്നും ശ്രീ കെ ജി കുമാറാണ് പ്രതികരിച്ചത്. വളരെയധികം നന്ദി ശ്രീ കെ ജി കുമാർ. ശ്രീ S നന്ദു, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച്, നമ്മളിപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണല്ലോ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഇപ്പോൾ K മുരളീധരൻ പറയുന്നത് അവിടെ BJPയും CPM-ഉം തമ്മിൽ ഡീലാണ് എന്ന് പറയുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഡീലുണ്ട്, പകരം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലവുമായിട്ടാണ് ഡീലെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം പ്രശാന്ത്, അവിടുത്തെ സ്ഥാനാർത്ഥി പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള തർക്കം, കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഘട്ടത്തിൽ VK പ്രശാന്ത് അവിടെ അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് ഈ പറഞ്ഞ കൗൺസിലറുടെ ഓഫീസും ഒരേ മതിലിനുള്ളിൽ വന്നതും പിന്നീട് തർക്കമായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ VK പ്രശാന്തും ആ ശ്രീലേഖയും തമ്മിലുള്ള തർക്കം ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്രയും ശത്രുതാപരമായ സമീപനം അവർ തമ്മിലുണ്ട്. എന്നിട്ടും മുരളീധരൻ പറയുന്നു ഇവർ തമ്മിൽ ഡീലുണ്ട് എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് UDF അങ്ങനെ പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് LDF ഇത്തരത്തിൽ വ്യാജന്മാരെ ഇറക്കി ശ്രീലേഖയെ ഒരു തരത്തിലും വിജയിക്കരുത് എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ 2 കൂട്ടരുടെയും ശ്രമം, അവരുടെ വലിയ ഭീഷണി NDA ആണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇതിനകത്ത് കോൺഗ്രസ്സുകാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഏത് സ്ഥലത്തെ കോൺഗ്രസ് നേതാവായാലും അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം സഹപ്രവർത്തകനെ കൊന്നാലും അല്ലെങ്കിൽ സ്വന്തം സഹപ്രവർത്തകൻ്റെ ചോരയിൽ ചവിട്ടി നിന്നിട്ടായാലും അധികാരത്തിലേക്ക് എത്തണം എന്ന രാഷ്ട്രീയ താല്പര്യമുള്ള ഏക പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അവരുടെ അളവുകോലിലാണ് BJPയെയും തൂക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. CPM-ഉമായിട്ട് കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ ഒരിടത്തും ഒരു തരത്തിലുമുള്ള
ബാന്ധവം അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ വേറെ ആര് ശ്രമിക്കാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. നിങ്ങൾ നോക്കേണ്ടത് ഞങ്ങളുടെ വാടിക്കൽ രാമകൃഷ്ണേട്ടനിൽ തുടങ്ങി ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ശ്രീനിവാസേട്ടൻ വരെയുള്ള ഞങ്ങളുടെ ബലിദാനികൾ, ആ ബലിദാനികൾക്കപ്പുറത്ത് ഇന്ന് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും അതുപോലെ തന്നെ കണ്ണൂരിലും 3 ജയിലുകളിലായി, സെൻട്രൽ ജയിലുകളിലായി 100-120ഓളം കുടുംബങ്ങൾ ഇന്ന് ഈ പ്രസ്ഥാനത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ മാത്രം അഴിക്കുള്ളിൽ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങൾക്ക് മുന്നിൽ ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നയിച്ചതിൻ്റെ പേരിൽ പലതരത്തിലുള്ള, ഇപ്പോൾ ശ്രീലേഖ മാഡത്തിനൊക്കെ സംഭവിക്കുന്നത് നമ്മൾ നോക്കേണ്ടത് ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. കായികമായിട്ടും അല്ലാതെയും കുടുംബത്തെ നശിപ്പിക്കുന്ന രീതിയിൽ, സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്ന രീതിയിൽ, കിണറ്റിൽ മുടികൊണ്ടിടുന്ന രീതിയിൽ, അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരെ തകർക്കാൻ ശ്രമിക്കാൻ സാധിക്കുമോ ആ നിലയ്ക്കൊക്കെ ശ്രമിച്ചിട്ടും സ്ഥാനാർത്ഥിയുടെ മാനസികാവസ്ഥയെ പോലും തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത്. നന്ദു അല്പസമയം തുടരുക. അനിൽകുമാർ, അഞ്ചലിൽ നിന്നും ശ്രീ അനിൽകുമാർ നമ്മുടെ പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ അനിൽകുമാർ, പ്രതികരിക്കാം. ഞാൻ നിങ്ങളുടെ ഈ പ്രേക്ഷകർക്ക് പ്രതികരിക്കാമെന്ന് ഇപ്പം TV ഓൺ ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ രാവിലെ തൊട്ട് ന്യൂസിൽ കാണുന്നുണ്ട് ശ്രീലേഖ മാഡത്തിന് CPM-ന്റെ മൂന്നാം ഒരു രീതിയിലുള്ള ഒരു അവഹേളനത്തിന് ശ്രമിച്ച കുറെ ജേർണലിസ്റ്റുകള്. അപ്പൊ എനിക്ക് നിങ്ങളോടും എന്റെ BJP സംസ്ഥാന അധ്യക്ഷനോടും പറയാനുള്ളത്, CPM-ന്റെ വളരെ മൂന്നാംകട രീതിയിലുള്ള അതിക്രമങ്ങൾ ശ്രീലേഖ മാഡം ഒരു പോലീസ് ഓഫീസറാണ്. ശ്രീലേഖ മാഡത്തിന് രാഷ്ട്രീയം അറിയത്തില്ല. രാഷ്ട്രീയത്തിൽ നടക്കുന്ന മൂന്നാം കളികളെ കുറിച്ച് അവർക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. അതിന് നമ്മുടെ പഴയ സുരേന്ദ്രനെ പോലുള്ള ജിയോ അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രശേഖർ ജിയോ പോലുള്ള അവർ വളരെയധികം ഉന്നതമായ രീതിയിൽ രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല ബോധവും അഭിപ്രായവും അവർക്ക് നല്ല രീതിയിൽ ക്ലാസ് കൊടുത്ത് ആരാണ് തെറ്റ്, ആരാണ് യഥാർത്ഥ ജേർണലിസ്റ്റ്, അവരെ കുറിച്ച് കറക്റ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അതിൽ നിന്ന് ഉണ്ടാകുന്ന നെഗറ്റിവിറ്റീസ് അവരുടെ ആ പ്രചരണത്തെയും വളരെയധികം ദോഷകരമായി ബാധിക്കാനുള്ള ഇതുണ്ട്. നല്ല വിജയസാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എന്റെ അഭിപ്രായത്തിൽ. നമുക്ക് ജയിച്ചു കൊണ്ടുവരേണ്ട വളരെ ഒരു അനിവാര്യവുമാണ്. അത് നമ്മൾക്ക് തിരുവനന്തപുരത്തെ നമ്മുടെ ആരാണ് കോർപ്പറേഷൻ മേജർ രാജേഷ് ജിയുടെ പോലെ ഒത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പം ശിവൻകുട്ടിയെ തോപ്പിക്കേണ്ട ഒരു വലിയ ഒരു ഉത്തരവാദിത്തം മേഡത്തിന്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ എല്ലാരും കൂടെ. ശിവൻകുട്ടിയുടെ മണ്ഡലമല്ല, ശിവൻകുട്ടിയുടെ മണ്ഡലം നിയമമാണ്. ഇത് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്താണ് നിലവിലുള്ള MLA. വട്ടിയൂർക്കാവ് കറക്റ്റ്. വട്ടിയൂർക്കാവ് മുരളീധരൻ ഇല്ലേ? ഉണ്ട്. പണ്ടത്തെ മുരളീധരൻ ഉണ്ടല്ലോ, നമ്മുടെ കുമ്മരം രാജശേഖരൻ ജിയുടെ വോട്ട് മറിച്ചേ. അതെ. അപ്പൊ അതേ ഒരു അവര് രണ്ടും ഒരേ ഇതല്ലേ. CPM ആയാലും കോൺഗ്രസ് ആയാലും ഒരേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ഡീല്. ആ ഡീലിന്റെ ഭാഗമാണെന്നാണ് എന്റെ അഭിപ്രായം. അതിൽ നിന്ന് മുന്നേറേണ്ട മേഡത്തിന് നിങ്ങളുടെ എല്ലാം നല്ല ഒരു എന്താ പറയുന്ന ഉപദേശം അവർക്ക് കാണണം. ആരാണ് തെറ്റ്, ആരാണ് നല്ലത് എന്ന് തിരിച്ചറിയാൻ മേഡം എല്ലാരോടും സോഫ്റ്റ് കോർണറാണ്. ഞാൻ ഇന്നലെ കൂടി ഒരു ഇന്റർവ്യൂ കണ്ടു. മേഡം എല്ലാരെയും ബ്രദർ എന്ന ഒരു ഇതിൽ കൂടിയാണ് കാണുന്നത്. ഇപ്പൊ CPM-ന്റെ വളരെ എന്താ പറയുന്ന നമ്മുടെ സൈബർ ഗുണ്ടകളുണ്ട്. അവർക്ക് വളരെയധികം മുന്നിലാണ് അവർ കമ്പ്യൂട്ടർ വൽക്കരണത്തെ എന്താ പറയുന്ന അവരെ എതിർത്തെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായി ഉപയോഗിക്കുന്നത് അവരാണ്. അതെ, വളരെയധികം നന്ദി. അഞ്ചലിൽ നിന്നും ശ്രീ അനിൽകുമാറാണ് പ്രതികരിച്ചത്.